ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഞങ്ങളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രിഗർ എന്ന് പറയുന്ന UPVC കോൺഡ്യൂട്ട്സ് ആണ്. അപ്പോൾ അതായത് വയറിംഗ് ഇൻസ്റ്റലേഷന് യൂസ് ചെയ്യുന്ന പൈപ്പുകളാണ്. അത് ISI മാർക്ക്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പല സർട്ടിഫിക്കറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു 86 തൊട്ടിട്ട് മാർക്കറ്റിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ പല എഞ്ചിനീയേഴ്സും കൺസൾട്ടൻസും അതുപോലെ ബിൽഡേഴ്സും നമ്മുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഫൈല്, ബിസിനസ് പ്രൊഫൈലാണിത്. അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് മെത്തേഡാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ROHS എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ. നിങ്ങളെല്ലാവരും ഗ്രീൻ കേബിൾ എന്നുള്ളൊരു കേട്ടിട്ടുണ്ടാവും. ഇത്തിരി ലെക്സ് ടോക്സിക് ആയിട്ടുള്ള ഫയർ കത്തിയാലും ഈവൻ ടോക്സിക് ഗ്യാസസ് കുറഞ്ഞിട്ടുള്ള വയേഴ്സ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എത്ര പേര് പൈപ്പ് അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടെക്നോളജിയും കൂടി അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പൈപ്പ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റെസ്ട്രിക്ഷൻ ഓഫ് ഹസാഡസ് സബ്സ്റ്റൻസസ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റ് ആണത്. അത് ഞങ്ങളുടെ പൈപ്പിൽ ഞങ്ങളത് എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഗാർഡിയൻ ഓഫ് വയേഴ്സ്. പൈപ്പ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും വിചാരിക്കുകയെന്ന് വെച്ചാൽ അതൊരു നോർമലി വയർ വലിക്കാനുള്ള ഒരു മീഡിയ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് വേർഷനാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. അതായത് വയർ എത്ര ഫെയിലായാലും നമ്മളുണ്ട് പുറകെ, പൈപ്പ് പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ ഗാർഡിയൻ ഓഫ് വയേഴ്സ് എന്നാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബിസിനസ് പെർഫോമൻസ് ഓഫറിംഗ് കസ്റ്റമേഴ്സ്. ഇത് നോർമൽ പ്രൊഫൈലാണിത്. വാറണ്ടി ടേംസ്, അതായത് നിലവിൽ ഏതെങ്കിലും കോൺട്യൂട്ട് കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് വിറ്റ് കഴിയുമ്പോൾ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നത് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. ഞങ്ങൾ കൊടുത്തായിരുന്ന പ്രോമിസ് എന്ന് പറയാം, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ക്വാളിറ്റി അഷുറൻസ് മാനേജേഴ്സ് ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അവർ ഉറപ്പായിട്ടും ഡീൽ ചെയ്യും. സൈറ്റിലുള്ള ഇഷ്യൂസ് ആണെങ്കിൽ സൈറ്റിൽ വന്ന് കണ്ട് അതെന്താണെന്നുള്ള പ്രോബ്ലം നമ്മുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് അതിനുള്ള റീപ്ലേസ്മെൻറ്റോ ഇല്ല അതിന് വേണ്ട സൊല്യൂഷൻസോ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നോർമലി എല്ലാ കോൺട്യൂട്ട്സും ഇല്ലെങ്കിൽ എല്ലാ PVC പൈപ്പ് മാനുഫാക്ചേഴ്സും പറയുന്നത് വെച്ചാൽ വിറ്റ് ഓക്കെ, അത് കഴിഞ്ഞ് സൈറ്റിൽ വന്ന കംപ്ലൈൻ്റ് ആണ്. ഇല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്വം അതിലും തീരുന്നില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻഷുർ ചെയ്യുക ഇതിൻ്റെ എൻ കസ്റ്റമർ ഞങ്ങൾ തരുന്ന പ്രൊഡക്റ്റ് ഫുള്ളായിട്ടും അവർ കൊടുക്കുന്ന വാല്യൂവിനെ മാക്സിമം അതിൻ്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഗ്ലോബൽ പ്രസൻസ് ആണ്. ഞങ്ങൾ ഒരു കേരള ഓറിയൻറ്റഡ് മാത്രമല്ല, ഞങ്ങൾ UK-ലോട്ടാണെങ്കിലും കൊളംബിയ അല്ലെങ്കിൽ മാൽഡീവ്സ് ആണ് ഏകദേശം ഒരു 5-6 കൺട്രീസിലോട്ട് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്. സൗത്ത് റീജിയൻ ഏകദേശം കവറായി നമ്മളൊരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു പ്രസൻസ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ബ്രാൻഡിനെ വെച്ചിട്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് മാനേജർ എന്താണ് നമ്മുടെ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നമാണ് സുരക്ഷിതമായ ഒരു ഭവൻ. അതിന് ഹൈ ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആവശ്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വയറിങ്ങിന് ഉപയോഗിക്കുന്ന കോൺഡ്യൂട്ട്സ്. എല്ലാവരും ഹൈ ക്വാളിറ്റി വയറിംഗ് ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ ഹൈ ക്വാളിറ്റി കോൺഡ്യൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഗുണമേന്മയുള്ള കോൺഡ്യൂട്ട്സ് തിരഞ്ഞെടുക്കണം? ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഡ്യൂറബിലിറ്റി, ഫയർ വാട്ടർ റെസിസ്റ്റൻസ്, സ്മൂത്ത് ഇൻസ്റ്റാളേഷൻ, ഈ പറഞ്ഞ ഗുണനിലവാരങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ട്രിഗർ ഇലക്ട്രിക്.UK കോൺഡ്യൂട്ട്സ്, ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ്, കപ്ലിംഗ്, ബെൻസ്, എൽബോ, ടീ, കേസിംഗ് ഗ്യാപ്പ്, ജംഗ്ഷൻ ബോക്സ് എന്നിവ വിപണിയിലേക്ക് എത്തിക്കുന്നു. ഇതിനുശേഷം നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് നമ്മുടെ കോൺഡ്യൂട്ട്. ഞാനിപ്പോൾ വലിയ കാര്യത്തിൽ ക്വാളിറ്റി എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന്. പക്ഷെ എന്തൊക്കെ ടെസ്റ്റുകളാണ് കോൺഡ്യൂട്ടിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ISI മുദ്ര കിട്ടുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ ഒരു വീഡിയോ പ്രസന്റേഷനിലൂടെ കാണിച്ചു തരാം. ഇലക്ട്രിക്.UK ISI, ISO, ROHS, US എന്നീ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ കൂടാതെ ബ്രിട്ടീഷ് നിലവാരത്തിലുള്ള മാനുഫാക്ചറിംഗ് R&D പ്രോസസ്സുകളാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. വിഷ്വൽ ചെക്കിംഗ്, ഡയമെൻഷൻ ചെക്കിംഗ്, യൂണിഫോമിറ്റി ഓഫ് വാൾ തിക്നെസ്, ബെൻഡിംഗ് ടെസ്റ്റ്, കംപ്രഷൻ ടെസ്റ്റ്, കൊളാപ്സ് ടെസ്റ്റ്, റെസിസ്റ്റൻസ് ടു ഹീറ്റ്, റെസിസ്റ്റൻസ് ടു ബേണിംഗ്, ഇമ്പാക്ട് ടെസ്റ്റ്. മേൽപ്പറഞ്ഞ ടെസ്റ്റിങ്ങൾക്ക് ശേഷമാണ് ഉന്നത നിലവാരത്തിലുള്ള പ്രോഡക്ട്സ് ട്രിഗർ ഇലക്ട്രിക്.UK വിപണിയിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ബെൻഡിങ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ടു ബേണിംഗ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 ടെസ്റ്റുകളുമാണ് മെയിനായിട്ട് നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ള പൈപ്പുകളിൽ നിന്ന് നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ 20 LMS തൊട്ടിട്ട് സ്പ്രിങ്ങിൽ ബെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുവഴി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡറി റെസിസ്റ്റൻസ് ടു ബേണിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പല ന്യൂസും കേൾക്കുന്നുണ്ട്. അവിടെ കത്തുപിടിച്ചു, ഇവിടെ കത്തുപിടിച്ചു, ആള് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ടോക്സിക് ഗ്യാസസ് ശ്വസിച്ച ആൾക്ക് ഓടാൻ പറ്റുന്നില്ല.
അപ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ മിനിമം ലെവലിലുള്ള ടോക്സിറ്റി ആണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രസന്റേഷൻ കൂടി ഇതൊരു ടെസ്റ്റിമോണിയലാണ്. ഇത് കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ പെരുമ്പാവൂർ യൂണിറ്റിലെ പ്രസിഡന്റ് ആണിത്. നമ്മളുടെ കമ്പനിയെ പറ്റി അറിയാലോ, ട്രിഗർ ഇലക്ട്രിക് കോൺഡ്യൂട്ട് പൈപ്പാണ്. അപ്പോൾ സാർ ഇത്രയും കൊല്ലമായിട്ട് ഒരു 30 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഇലക്ട്രിക്കൽ ഫീൽഡിലുണ്ട്. അപ്പോൾ താങ്ക് യു. Thank you.